വിശുദ്ധ ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ നോമ്പ് കാലത്ത് നമുക്കും ഈശോ നടന്ന വഴികളിലൂടെ ഒന്ന് നടക്കാം. അത് ഭാരമേറിയ കുരിശ് നമ്മുടെ തോളിൽ വെച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളില് നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരു ഈശോയുണ്ട്. ആ ഈശോയുടെ കാലടിപ്പാടുകൾ നമുക്ക് ഒന്ന് പിന്തുടരാം. എന്നാണ് ഈശോയുടെ പീഡാനുഭവ കാലം ആരംഭിച്ചത്? കുരിശിന്റെ വഴി നമുക്ക് മുൻപിൽ തിരുസഭാ മാതാവ് എടുത്തു വെക്കുന്നത് മരണത്തിന് വിധിക്കുന്ന ആ നിമിഷം തൊട്ടാണ്. പക്ഷേ അതിനു മുൻപ് 2-3 സംഭവങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ അവിടെയൊക്കെയാണ് ഈശോ കൂടുതൽ വേദനിച്ചത് എന്ന് നമുക്ക് തോന്നും. ഒന്നാമത്തേത്, യൂദാസ് കറിയാത്തോ പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്കെന്ത് തരും? എനിക്കെന്ത് തരും എന്നുള്ള ചോദ്യത്തിന് മുൻപില് അവര് കൊടുത്ത ഉത്തരത്തിന്മേലാണ് ഈശോയുടെ ജീവിതം തൂങ്ങിയാടിയത്. ആദ്യത്തെ കുരിശ് അതാണ്, എനിക്കെന്ത് തരും എന്ന ചോദ്യം. ചിലപ്പോഴെങ്കിലും നമ്മളും ഇങ്ങനെയല്ലേ? ഈശോയെ, നിനക്ക് ഞാൻ ഒരു കൂട് മെഴുകുതിരി കത്തിച്ചേക്കാം, പക്ഷെ എനിക്ക് ഇത് കിട്ടണം. യൂദാസ് പോയിട്ട് അവൻ എന്ത് കിട്ടണം എന്ന് ഉറപ്പില്ലായിരുന്നു. എന്ത് തരുമെന്ന് പ്രധാന പുരോഹിതന്മാരോട് ചോദിക്കുകയാ ചെയ്തത്. എന്നാൽ നമ്മൾ പലപ്പോഴും ഒരു കാര്യം തെരഞ്ഞെടുത്ത് വെച്ചിട്ട് അത് ദൈവത്തിന് ഇഷ്ടമാണോ, അതാണോ ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതിയുള്ളത് എന്ന് പോലും ചിന്തിക്കാതെ എനിക്കിത് വേണം, എനിക്കിത് തന്നാൽ ഞാൻ തിരികെത്തിക്കാം, കുർബാന സമർപ്പിക്കാം, കുർബാനയ്ക്ക് കാശ് കൊടുക്കാം, നൊവേന ചെല്ലാം, അല്ലെങ്കിൽ ഈശോയെ ഞാൻ 9 ദിവസം നൊവേന ചെല്ലുവാണ്, ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും നീ എനിക്കിത് തരണം. പിടിച്ചു വാങ്ങാനും തട്ടിപ്പറിച്ചെടുക്കാനുമുള്ള ഒരു ശ്രമം പോലെയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നീങ്ങുന്നത്. നാഥനായ ഈശോയെ, നിന്റെ ഈ നോമ്പ് കാലത്ത് ഉൾക്കണ്ണിലൂടെ നിന്നോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നിന്റെ കൂടെ ആയിരിക്കുന്നത് തന്നെയാണ് എനിക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ നിധി എന്നും മനസ്സിലാക്കാനുള്ള കൃപാവരം എനിക്ക് തരണമേ. എനിക്കെന്ത് കിട്ടുമെന്ന് യൂദാസ് ചോദിച്ച ആ നിമിഷമായിരിക്കും ഒരുപക്ഷെ അങ്ങയുടെ കുരിശുമരണം ആദ്യമായി സംഭവിച്ചത്. നല്ല നാഥ, എന്റെ ജീവിതത്തിന്റെ കൽപ്പടവുകൾ ഞാൻ തന്നെ കെട്ടിയുണ്ടാക്കുമ്പോൾ അടുത്ത കല്ലെടുത്ത് വെക്കാൻ നിന്റെ സഹായം ആവശ്യമാണ് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നാഥ, ഞാൻ നിന്റെ കൂടെയാണ് നാഥ, നീ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുമെന്ന ഈ ഉറപ്പ് എനിക്കുണ്ട്. എൻ്റെ മുൻപിലുള്ള സങ്കടങ്ങളുടെ മലകളൊന്നും നിന്നാൽ മായ്ക്കാൻ കഴിയാത്തതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നോമ്പിന്റെ ആദ്യ ദിവസങ്ങൾ ചിലവഴിക്കാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. കാരുണ്യവാനെ, അങ്ങയുടെ സന്നിധാനത്തിനരികിൽ നിന്നുകൊണ്ട് എനിക്കൊന്നും വേണ്ട, നീ മാത്രം മതിയെന്ന് ഒരു നിമിഷാർത്ഥത്തിന്റെ പകുതിയെങ്കിലും ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞാല് എൻ്റെ ജീവിതയാത്രയില് ആ ഒരു നിമിഷാർത്ഥമെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടതാകും എന്ന് ഞാൻ കരുതുന്നു. നല്ല ഈശോയെ, അങ്ങയോട് കൂടെ എപ്പോഴും ആയിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ കുരിശിനെ മുത്തുന്നു. ആമേൻ.